ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അതേ കണക്ക് മേക്കിംഗ് ക്വാളിറ്റി എല്ലാം ഉണ്ടായിരുന്നു. GVP BG അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. ഏറെക്കുറെ തമിഴിന്റെ സാമ്യതയുണ്ട്, പക്ഷെ നല്ല നല്ലോണം BG ചെയ്തിട്ടുണ്ട്. ടോട്ടലി നല്ല റീമേക്ക് തന്നെയാണ്, മോശമൊന്നും പറയാനൊന്നുമില്ല, കൊള്ളായിരുന്നു. സൂര്യയുടെ പെർഫോമൻസ് നമുക്കറിയാലോ, അത്രയും ലെവലൊന്നും ഇല്ല, എന്നാലും അക്ഷയ് കുമാർ മാക്സിമം ബെസ്റ്റ് കൊടുക്കാൻ തന്നെ നോക്കിയിട്ടുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്, മാക്സിമം കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് സിനിമ. സൂര്യ റിപ്പോർട്ടർ പോലെ തന്നെ അതിൽ കഥയിൽ വേറെ വ്യത്യാസമൊന്നും വരുത്താതെ അതേപടി ഹിന്ദിയിൽ പകർത്തിയൊക്കെയാണ്. പിന്നെ അതിൽ ഒരു സൗത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് സൂര്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നോർത്ത് ഇന്ത്യയിലേക്ക് പറിച്ചു കിട്ടും, അതേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നമ്മുടെ തമിഴില് ഉർവശി, സൂര്യ, അപർണ ബാലമുരളി അവർ ചെയ്ത വേഷങ്ങൾ ഹിന്ദിയിൽ സീമ ബിശ്വാസും അക്ഷയ് കുമാറും രാധിക മദനും ചെയ്തേക്കുന്നത്. പിന്നെ സീമ ബിശ്വാസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഉർവശി ചെയ്ത ആ കഥാപാത്രം. പിന്നെ അക്ഷയ് കുമാർ സൂര്യയുടെ നമ്മളെ ഇമോഷൻസ് ഒക്കെ അക്ഷയ് കുമാർ ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ഫീൽ ചെയ്യില്ല. പിന്നെ നോർത്ത് ഇന്ത്യൻസിന് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. പിന്നെ റീമേക്ക് സിനിമകളിലൂടെ നമ്മുടെ അക്ഷയ് കുമാർ സ്റ്റാർ ആയിട്ടുള്ള, അദ്ദേഹം വലിയ സ്റ്റാറായി മാറിയതെല്ലാം പ്രിയദർശനൊക്കെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് റീമേക്ക് ചെയ്ത സിനിമകളിലൂടെയാണ്. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഇതായിട്ട് മാറട്ടെ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ സിനിമകൾ പടക്കം പൊട്ടും പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇത് പൊട്ടാതിരിക്കട്ടെ, നോർത്ത് ഇന്ത്യക്കാർ ഏറ്റെടുക്കട്ടെ. പിന്നെ ഈ സൂര്യ റിപ്പോർട്ട് നോർത്ത് ഇന്ത്യൻസൊക്കെ കണ്ടിട്ടുണ്ടാകും, കാരണം അന്നൊന്നും പണ്ടൊന്നും ഈ OTT പ്ലാറ്റ്ഫോമിന് ഇല്ലാത്ത സമയത്താണ് ഈ റീമേക്ക് എടുക്കുമ്പോൾ അത് സൂപ്പർ ഹിറ്റുകളായിട്ട് മാറിയിട്ടുള്ളത്. എന്തായാലും നന്നായിരിക്കട്ടെ, അദ്ദേഹത്തിന് ഒരു വിജയം ഈ സിനിമയിലൂടെ കിട്ടട്ടെ. സൂര്യയ്ക്കാണ് നിർമ്മാതാവ്, അവരുടെയും പൈസ പോവാതിരിക്കട്ടെ. അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഈ സിനിമ മറ്റേന്ന് അതേപോലെ എടുത്തിട്ടുണ്ട്, അല്ല ഒന്നുമല്ല. കാരണം സംവിധായിക സുധ, അവര് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അവരതിനെ ഒരു ബോറിങ്ങും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, നമ്മുടെ ശരിക്കും നടന്നിട്ടുള്ള ഒരു സംഭവമാണ് സിനിമയായിട്ട് കാണിച്ചേക്കുന്നത്. കാരണം ഒരു ആൾക്കാർക്ക് അത്രയധികം പ്രയോജനം ചെയ്ത ഒരു ഇതാണ് എയർ ഡക്കാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാപ്റ്റൻ ഗോപിനാഥിൻ്റെ ലൈഫാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നല്ല സിനിമ തന്നെയാണ്, ആർക്കും ധൈര്യമായിട്ട് പോയി കാണാം, ആർക്കും ധൈര്യമായി പോയി കാണാം. നന്നായിട്ട് നല്ല ഫിലിമാണ്.